കേരളത്തിന് നൽകാനുള്ള സർവശിക്ഷാ അഭിയാൻ ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചു. സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച കേസിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. നിയമനം നടത്താനാകാത്തത് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവെച്ചത് മൂലമെന്ന് കേരളം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തുടർന്നാണ് ഫണ്ട് നൽകാൻ സന്നദ്ധരാണെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് സൊളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയാണ് തീരുമാനം സുപ്രീം കോടതിയെ അറിയിച്ചത്. സർവശിക്ഷാ അഭിയാൻ പദ്ധതിയിലാണ് തുക നൽകുക. സ്പെഷ്യൽ അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാനത്തിന് കോടതി നിർദ്ദേശം നൽകി. കേരളത്തിന് നൽകാനുള്ള SSA സർവശിക്ഷാ അഭിയാൻ ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച കേസിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. നിയമനം നടത്താനാകാത്തത് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവെച്ചത് മൂലമെന്ന് കേരളം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തുടർന്നാണ് ഫണ്ട് നൽകാൻ സന്നദ്ധരാണെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് സൊളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയാണ് തീരുമാനം സുപ്രീം കോടതിയെ അറിയിച്ചത്. സർവശിക്ഷാ അഭിയാൻ പദ്ധതിയിലാണ് തുക നൽകുക. സ്പെഷ്യൽ അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാനത്തിന് കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങി. വിവരശേഖരണം ഒരു മാസത്തോളം നീണ്ടു നിൽക്കും. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ടെത്തിയാണ് ഫോം വിതരണം ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ കാലയളവിൽ സംസ്ഥാനത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ സമയ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരായി കണക്കാക്കി ഉത്തരവിറക്കി. എന്യൂമറേഷൻ നടപടികൾ നടക്കുന്ന കാലയളവിൽ അവർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുടെ ചുമതല വഹിച്ചാൽ മതിയാകും. മറ്റെല്ലാ വകുപ്പ് ചുമതലകളിൽ നിന്നും ഈ കാലയളവിൽ BLOമാരെ ഒഴിവാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് കേരളത്തിൽ SIR നടപടികൾ തുടങ്ങിയത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും.